യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന സംഭാഷണങ്ങളിലുള്ള സ്ത്രീയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. അതേസമയം കേസ് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നതോടെ രാഹുലിന് ശക്തമായ രാഷ്ട്രീയ പിന്തുണ നൽകാൻ പാർട്ടി തീരുമാനിച്ചു. നിയമസഭാ സമ്മേളനം അടുത്തിരിക്കെ ഈ വിഷയത്തിൽ UDF യോഗം ചേർന്ന് അന്തിമ നിലപാട് രൂപീകരിക്കുമെന്നാണ് വിവരം. രാഹുലിനെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തിയാണ്. ഇതിനോടകം സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിൽ വഴി ലഭിച്ചത് ഉൾപ്പെടെ 13 പരാതികളാണ് രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളത്. ഡിവൈഎസ്പി L ഷാജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പരാതിക്കാരിൽ നിന്ന് നേരിട്ട് മൊഴി രേഖപ്പെടുത്താനും തെളിവുകൾ ശേഖരിക്കാനുമാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം. ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചെന്ന കേസിൽ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി ക്രൈംബ്രാഞ്ച് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരാതി നൽകാൻ ഇതുവരെയും തയ്യാറാവാത്ത മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിലുള്ള സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. ലൈംഗികാരോപണ വിഷയങ്ങളിൽ സ്ത്രീകൾ നേരിട്ട് പരാതി നൽകാൻ വിസമ്മതിക്കുകയാണെങ്കിൽ നിയമോപദേശം തേടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ നീക്കം. രാഹുലിനെതിരെ നേരിട്ടുള്ള പരാതികൾ ഇല്ലാത്തതിനാൽ ക്രൈംബ്രാഞ്ച് സ്വമേധയാ രേഖപ്പെടുത്തുന്ന മൊഴികളിൽ നിന്ന് ശക്തമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോവുകയുള്ളൂ. യുവതിയുമായി സംസാരിച്ച 4 വനിതാ മാധ്യമ പ്രവർത്തകരുടെ മൊഴിയും രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. പരാതിക്കാരുടെ മൊഴിയും മറ്റ് തെളിവുകളും ശേഖരിച്ച ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചോദ്യം ചെയ്യുക. അതിനിടെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിയമസഭാ സമ്മേളനത്തിലും ശക്തമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് ഏറെ നിർണായകമാണ്.